കൊല്ലത്ത് നടക്കുന്ന ജൂനിയർ സബ് ജൂനിയർ സ്കൂൾ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കാൻ ടി.വി.പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോക്കി താരങ്ങളും. കോട്ടയം റവന്യൂ ജില്ലയെ പ്രതിനിധീകരിച്ചാണ് 8 വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ അർഹത നേടിയത്. കബഡിയിലും ഫുട്ബോളിലും മികവ് കാട്ടിയിട്ടുള്ള ടി.വി.പുരത്തിന്റെ കായിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായി ഹോക്കിയിലും കുട്ടികൾ മികവ് തെളിയിക്കുകയാണ്. സബ് ജൂനിയർ വിഭാഗത്തിൽ വി ഉത്തര, അനാമിക എസ് അഭിലാഷ്, വൈഷ്ണവി, നന്ദിത ബിനു, കെ.ആർ. അനുശ്രീ, ശ്രേയാമോൾ, ജൂനിയർ വിഭാഗത്തിൽ ജനിക ജയമോൻ, പൂജ ജയൻ എന്നിവരാണ് സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ അർഹത നേടിയത്. ചുരുങ്ങിയ കാലയളവിലെ പരിശീലനത്തിന്റെ കരുത്തിൽ മിന്നുന്ന വിജയമാണ് ടി.വി.പുരം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ കൈവരിച്ചത്. സ്കൂളിലെ വി വിപിൻകുമാർ അടക്കമുള്ള അധ്യാപകർ, PTA, വൈക്കം ടൗൺ റോട്ടറി ക്ലബ്, കായികാധ്യാപകൻ ജോമോൻ ജേക്കബ്, വോളിബോൾ വെറ്ററൻ താരം ബാലകൃഷ്ണൻ മാധവശ്ശേരി തുടങ്ങിയവരുടെ സഹായത്തോടെയും പ്രോത്സാഹനത്തിന്റെയും പിൻബലത്തിലാണ് കുട്ടികൾ നേട്ടങ്ങൾ കൈവരിച്ചത്. ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച താരങ്ങളും ടി.വി.പുരം സ്കൂളിലുണ്ട്. സബ് ജൂനിയർ വിഭാഗത്തിനും ജൂനിയർ വിഭാഗത്തിനും 2 ഗോൾഡ് മെഡൽ നേടിയെന്ന് വൻ നേട്ടം തന്നെ. ഏതാനും ദിവസങ്ങൾ മാത്രം കോച്ചിങ് കൊടുത്ത് ജോമൻ സാർ കോച്ചിങ് കൊടുത്തിട്ട് അവർ വലിയ നേട്ടം കൊയ്തിരിക്കുകയാണ്. അത് ഇനി അവരെ കുറേ കൂടി പ്രോത്സാഹിപ്പിച്ചാൽ അവർ നാഷണൽ ലെവലിൽ പോകാൻ നല്ല കപ്പാസിറ്റി എബിലിറ്റിയുള്ള കുട്ടികളാണ് ടി.വി.പുരം സ്കൂളിലെ പെൺകുട്ടികളും തെളിയിച്ചിട്ടുണ്ട്. വളരെ തീർത്തും സാമ്പത്തികമായിട്ടും അത്ര വലിയ നല്ല ചുറ്റുപാടൊന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് കുട്ടികൾ പലരും വരുന്നത്. അവരുടെ സ്വപ്രയത്നത്തിലൂടെയും പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളെ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ PTA-യുടെയൊക്കെ പൂർണ്ണ പിന്തുണ അവരുടെ ഈ കായിക രംഗത്ത് വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളാലാവും വിധം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.